കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 26 നിരപരാധികൾക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിന് മറുപടിയായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ട് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ പാക് സൈനിക താവളങ്ങൾക്കും ഭീകര കേന്ദ്രങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണത്തിൽ ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ ഒരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. എന്താണോ ഇന്ത്യ പാകിസ്ഥാന്റെ ഏതൊക്കെ മേഖലകളാണോ ആക്രമിച്ചത്, അത് പിറ്റേ ദിവസം തന്നെ ഇന്ത്യയുടെ കരസേനാ മേധാവി, അതായത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അതോടൊപ്പം തന്നെ സോഫിയ ഖുറേഷിയും അടക്കം ഒരു പ്രസ് ബ്രീഫ് നടത്തുമായിരുന്നു. അതിൽ അവർ വ്യക്തമായി തന്നെ തെളിവുകൾ സഹിതം അവർ ഡിജിറ്റലായി പത്രക്കാരെ, മാധ്യമപ്രവർത്തകരെ കാണിക്കുമായിരുന്നു. നമ്മൾ ഇന്നലെ ഇന്നയൊക്കെ സ്ഥലങ്ങളിൽ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ നമ്മൾ ആക്രമിച്ചു, ഇത്രയും നമ്മൾ പാകിസ്ഥാന്റെ ഈ മേഖലകളൊക്കെ നമ്മൾ തകർത്തിട്ടുണ്ടെന്ന് കൃത്യമായ ദൃശ്യങ്ങൾ സഹിതം, അത് ആക്രമിക്കുന്നതിന് മുമ്പും അതിനുശേഷവും ഉള്ള ദൃശ്യങ്ങൾ ഇന്ത്യ കാണിക്കുമായിരുന്നു. ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ 2 സൈനിക താവളങ്ങൾ തകർക്കപ്പെട്ടു എന്ന അവകാശവാദവുമായി പാക് സൈന്യം അന്ന് തന്നെ രംഗത്ത് വന്നതാണ്. പക്ഷേ അത് തെളിയിക്കൂ, അതിന്റെ തെളിവ് കാണിക്കൂ എന്ന് ഇന്ത്യയും മറ്റ് രാജ്യങ്ങളുമൊക്കെ പറഞ്ഞപ്പോഴും പാകിസ്ഥാന് കയ്യിൽ കാണിക്കാൻ ഒരു തെളിവുമില്ലായിരുന്നു. ഈ അവകാശവാദം തെറ്റാണെന്നും തകർക്കപ്പെട്ടതായി പാക് സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്ന വ്യോമത്താവളങ്ങൾ ഇന്ത്യയിൽ ഇല്ല എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. ഇതിന് പിന്നാലെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന തരത്തിൽ വലിയ വിമർശനങ്ങളാണ് പാക് സൈന്യം നിലവിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറ്റുവാങ്ങുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി പാകിസ്ഥാൻ നടത്തിയ ഓപ്പറേഷൻ ബുന്യാനുൽ മർസൂസ് ആക്രമണത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യൻ നഗരങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരുന്നു. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലായി കുറഞ്ഞത് 26 ലക്ഷ്യങ്ങളെയാണ് ഇവർ ഉന്നം വെച്ചത്. 2025 മെയ് 10 പാകിസ്ഥാൻ സൈന്യം തൊടുത്തിവിട്ട ആയുധങ്ങളിൽ ഫത്ത-1 ഗൈഡഡ് ആർട്ടിലറി റോക്കറ്റ് ഉൾപ്പെടുന്നുണ്ടായിരുന്നു. ഈ മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യയിലെ 2 സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്നാണ് പാക് സൈനിക ഉദ്യോഗസ്ഥനായ ക്യാപ്റ്റൻ മുനീബ് സമാലിന്റെ അവകാശവാദം. ഈ അവകാശവാദം ഒരു വിവാദത്തിലേക്കാണ് വഴിവെച്ചിട്ടുള്ളത്. വെറുതെ അവകാശങ്ങൾ ഉന്നയിച്ചാൽ പോരാ, തെളിവ് കാണിക്കുമെന്ന് ഇന്ത്യ പല പ്രാവശ്യം പറഞ്ഞതാണ്. സമൂഹ മാധ്യമങ്ങളടക്കം പാകിസ്ഥാനോട് ചോദിച്ചതാണ് തെളിവ് എവിടെയെന്ന്. ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യയുടെ രജൌരി, മാമൂൻ എന്നീ വ്യോമത്താവളങ്ങൾ നശിപ്പിച്ചതായി അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. ഫത്ത-1 ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഓഫീസർ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ക്യാപ്റ്റൻ മുനീബ് സമാൽ സംസാരിക്കുന്നത്. ഫത്ത-1 മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് 2 ദൗത്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയെന്നായിരുന്നു ക്യാപ്റ്റൻ മുനീബ് സമലിന്റെ മറുപടി. എന്നാൽ പാകിസ്ഥാൻ അവിടെ നിന്ന് തൊടുത്തിവിട്ട ഡ്രോണുകളും മിസൈലുകളൊക്കെ ഇന്ത്യയുടെ മണ്ണിൽ പോലും എത്തിയിട്ടില്ല. അത് ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യ നിഷ്പ്രഭമാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാനം ഇന്ത്യ ബ്രഹ്മോസ് എന്ന വജ്രായുധം എടുത്ത് ഉപയോഗിച്ചിട്ടാണ് പാകിസ്ഥാനെ സർവനാശത്തിലേക്ക് കൊണ്ട് എത്തിച്ചത്. അതായത് ഇന്ത്യ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയത്. ഞങ്ങൾക്ക് രജൌരി, അതോടൊപ്പം തന്നെ എയർബേസ്, മാമൂൺ എയർബേസ് ഒക്കെ എന്നീ 2 ലക്ഷ്യങ്ങൾ നൽകിയിരുന്നു. ഞങ്ങൾ അവ വിജയകരമായി തകർത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹം അഭിമുഖത്തിൽ, പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: മിസൈൽ വിക്ഷേപണ പ്രദേശവാസികളുടെ സാന്നിധ്യം വീഡിയോകളിൽ കണ്ടതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നാട്ടുകാരുടെ സാന്നിധ്യം ഓപ്പറേഷനിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകമായിരുന്നുവെന്നാണ് ഓഫീസറുടെ വാദം. എന്നാൽ ഇന്ത്യയിൽ അത്തരത്തിൽ 2 വ്യോമത്താവളങ്ങൾ നിലവിൽ ഇല്ല എന്നതാണ് ഏറ്റവും കൂടുതൽ യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യം. ജമ്മു കാശ്മീരിലെ ഒരു ജില്ലയാണ് രജൌരി. അവിടെ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തനക്ഷമമായ വ്യോമത്താവളങ്ങൾ ഒന്നും തന്നെയില്ല. പഞ്ചാബിലെ പഥാൻകോട്ടിനടുത്തുള്ള ഒരു സൈനിക കണ്ടോൺമെന്റ് ഏരിയയാണ് മാമൂൺ. അവിടെയും വ്യോമത്താവളമില്ല. പിന്നാലെ നിലവിലില്ലാത്ത സൈനിക വ്യോമത്താവളങ്ങളെക്കുറിച്ചുള്ള പാക് ഉദ്യോഗസ്ഥന്റെ വീമ്പ് പറച്ചിലിനെ പരിഹസിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പുരാവസ്തു ഗവേഷകർ, ഭൂപട നിർമ്മാതാക്കൾ, ഗൂഗിൾ മാപ്സ്, ഇന്ത്യൻ വ്യോമസേന എന്നിവർ ചേർന്ന് ഇതിഹാസതുല്യമായ രജൌരി, മാമൂൻ വ്യോമത്താവളങ്ങൾ കണ്ടെത്താൻ സംയുക്ത ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതിന്റെ ലൊക്കേഷൻ അറിയാമെങ്കിൽ ദയവായി അധികൃതരെ അറിയിക്കുക എന്ന് ഒരാൾ എക്സിൽ കുറിച്ചിട്ടുണ്ട്. മറ്റൊരാൾ കുറിച്ചത് ഇങ്ങനെയാണ്: ഫത്ത-1 രജൌരി, മാമൂൻ വ്യോമത്താവളങ്ങളെ പാകിസ്ഥാൻ തകർത്തത് എത്ര മാരകമായാണ് എന്നറിയാമോ? അവ ഉണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായി. അടുത്ത ലക്ഷ്യം അറ്റ്ലാന്റ് ആണോ എന്ന്, അതിലേക്കാണോ ഇനി അടുത്ത ലക്ഷ്യമെന്നും ഓപ്പറേഷൻ ബുന്യാനുൽ മർസൂസിന്റെ കീഴിൽ ഉധംപൂർ, പഥാൻകോട്ട്, ആദംപൂർ വ്യോമത്താവളങ്ങളെ ലക്ഷ്യം വച്ചതായും പാകിസ്ഥാൻ നേരത്തെ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. ആക്രമണത്തിന് ശേഷം ഹരിയാനയിലെ
സിർസയിലുള്ള വയലുകളിൽ നിന്നും രാജസ്ഥാനിലെ ബാർബർ, പഞ്ചാബിലെ ജലന്ധർ എന്നിവിടങ്ങളിൽ നിന്നും മിസൈലിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. ആ അവശിഷ്ടങ്ങളൊക്കെ ഇന്ത്യയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് മിസൈൽ ഡിറ്റക്ടിംഗ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്. പക്ഷേ ഇതുവരെയായിട്ടും ഇന്ത്യ അടിച്ച് തകർത്തു എന്നത് തുറന്ന് സമ്മതിക്കാൻ പാകിസ്ഥാന് തയ്യാറല്ല. പക്ഷേ ഓരോ ദിവസവും പാകിസ്ഥാൻ ഇങ്ങനെ വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇന്ത്യയുടെ ആ ഭാഗം തകർത്തു, ഇന്ത്യയുടെ ഇന്ന സ്ഥലങ്ങളൊക്കെ തകർത്തു എന്ന്. പക്ഷേ തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ പാകിസ്ഥാനിലെ ഓരോ സൈനിക മേധാവിയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും, അതായത് പാക് പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.